ഓണത്തിന് നാട്ടിലെത്താൻ കാത്തിരിക്കവെയാണ് പെരിന്തൽമണ്ണ സ്വദേശി ബാഹുലയന്റെ സ്വപ്നങ്ങൾ തീയിലെരിഞ്ഞിടങ്ങിയത്. ഒരാഴ്ച മുൻപ് നാട്ടിലെത്താൻ ശ്രമിച്ചെങ്കിലും അവധി കിട്ടിയില്ല. ഏറെ പ്രിയപ്പെട്ട ബാഹുലയന്റെ വിയോഗ വാർത്ത ഉൾക്കൊള്ളാൻ നാടിനായിട്ടുമില്ല. ചെണ്ടമേളവും നാടൻ പാട്ടും രാഷ്ട്രീയ പ്രവർത്തനവുമെല്ലാമായി ബാഹുലയൻ നാട്ടിൽ സജീവമായിരുന്നു. പുലാമന്തോൾ തിരുത്തിലെ ഈ ക്ലബ്ബും ഇവിടുത്തെ വഴിയരികും അമ്പലവുമെല്ലാമായിരുന്നു ബാഹുലയന്റെ സ്വർഗം. 7 വർഷങ്ങൾക്ക് മുൻപാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി കുവൈറ്റിലേക്ക് വിമാനം കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ അവൻ വിട്ടുപോയി എന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ എപ്പോഴും കഴിയണില്ല. കാരണം ഞങ്ങളെ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന ഒരാളാണ്. പെട്ടെന്നുള്ളത് നമ്മൾ തന്നെ ഷോക്കേറ്റ പോലെ തന്നെയാണ് ഇതിപ്പോൾ ഇത് നമ്മൾ നോക്കിക്കാണുന്നത്. പെട്ടെന്നുണ്ടായൊരു അപകടം ഒരിക്കലും നമ്മൾ മനസ്സിൽ വിചാരിക്കാത്തൊരിതിലാണ് പോയിട്ടുള്ളത്. പിന്നെ ആൾ കലാരംഗത്തും ഒരുവിധം ചെണ്ട കൊട്ടൽ, നാടൻ പാട്ട് പാടൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ, ക്ലബ്ബുകളിൽ, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. ആദ്യ 5 വർഷങ്ങൾ ഒരു കമ്പനിയിൽ സെയിൽസ്മാൻ ആയിരുന്നു. പിന്നീട് സൂപ്പർ മാർക്കറ്റിൽ ക്യാഷറായി. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഒടുവിൽ നാട്ടിൽ വന്നത്. 1.5 മാസത്തെ അവധി കഴിഞ്ഞു മടങ്ങി. ഓരോ തവണ വരുമ്പോഴും നാട്ടിലെന്തെങ്കിലും ജോലി സംഘടിപ്പിച്ച് ഇവിടെ നിൽക്കണമെന്ന ആഗ്രഹം സുഹൃത്തുക്കളോട് പങ്കുവെച്ചു. അവൻ വിദേശത്താണെങ്കിലും അവിടുന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കും, ഇടയ്ക്ക് വിളിക്കും, നാട്ടിൽ വരുമ്പോൾ കാണും. പഴയ പോലെ തന്നെ ഒരു മാറ്റമില്ലാതായിരുന്നു അവൻ്റെ പൊതുവെയുള്ള സ്വഭാവമാണെങ്കിലും പെരുമാറ്റമാണ് എല്ലാവരോടും അങ്ങനെ ആയിരുന്നു. ഈ നാട്ടിലെല്ലാവരോടും അവൻ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അത് ഒരു വാക്ക് കൊണ്ടുപോലും ഒരു മനുഷ്യനെ വെറുപ്പിക്കാത്തൊരു വ്യക്തിയാണ് അവൻ. അപകടത്തെക്കുറിച്ച് ആദ്യമെത്തിയ വാർത്തകളിൽ ബാഹുലയന്റെ പേര് കേൾക്കാത്തതിന്റെ ആശ്വാസത്തിലായിരുന്നു എല്ലാവരും. എന്നാൽ ഇന്നലെ പുലർച്ചെ 3 പൊള്ളിക്കുന്ന ആ വിവരം പ്രിയപ്പെട്ടവരെ തേടിയെത്തി. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം.